ചാടണമെന്ന് തോന്നി ചാടി. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. അബദ്ധാണ് കാണിച്ചത്. ആ ചീങ്കണ്ടിയുടെ വാശി കൂടും. പോരാത്തതിന് ആ പിള്ളയും മറുപക്ഷത്താവില്ലേ, അവനല്ലേ നീ വെട്ടിച്ചത്? അതൊന്നും എനിക്കറിയില്ല. വക്കീൽ എന്നെ കുറച്ചു ദിവസം ഒളിപ്പിക്കണം. അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും വിലാസിനിയെ കണ്ട് ഞങ്ങൾ ഒളിച്ചോടും. എങ്ങോട്ട്? എവിടേക്കെങ്കിലും. പോലീസുകാരുടെ ശല്യമില്ലാത്ത ഏത് നരകത്തിലേക്കെങ്കിലും. അപ്പൊ നീ ചാവാൻ പോകണോ? പിന്നെ എങ്ങനെയാണ് പോലീസിന് രക്ഷപ്പെടാൻ പോകുന്നത്? അവരുടെ ബാധയില്ലാത്ത ഒരേ ഒരു സ്ഥലം പരലോകം മാത്രമേ ഉള്ളൂ. അതും ഉറപ്പിച്ച് പറയാൻ വയ്യ. അവിടെ ചത്ത പോലീസുകാരും കാണും. ചത്താലും സ്വഭാവം മാറണമെന്നില്ലല്ലോ. വക്കീൽ ഇപ്പൊ ഇതിനൊരു പരിഹാരം കാണും. ആ ചീങ്കണ്ണിയുടെയും പിള്ളയുടെയും കണ്ണുവെട്ടിച്ച് ഞാൻ എവിടെയാ ഒന്ന് കഴിയുക? ഇവിടെ, ഈ മുറിയിൽ. അപ്പൊ വക്കീലോ? അഡ്വക്കേറ്റ് സ്വാമിനാഥൻ ഇന്നു മുതൽ ലീവിൽ പോകുന്നു. പുറത്തൊരു ബോർഡ്, അത്രേ പ്രശ്നമുള്ളൂ. സ്വാമിനാഥൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ. വേണമെങ്കിൽ ഉപരിപഠനാർത്ഥം അമേരിക്കയിലേക്ക് പോയി എന്നുകൂടെ തട്ടാം. എന്നിട്ട് എവിടെ പോയി ഇരിക്കും? ഇവിടെ തന്നെ. നാളെ മുതൽ ഡോക്ടറും അശ്രയക്കാരനും മാത്രം. എടോ, എല്ലാം ഞാൻ ഒരുത്തം തന്നെയാണ്. ഹസ്തരേഖയും ഡോക്ടറും വക്കീലും ഒക്കെ. ഒന്നായ എന്നെ ഇഹ മൂന്നെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപത ചൊല്ലാതെ പൊന്നളിയ. എടാ കള്ള വക്കീലേ. മൂത്രമൊഴിക്കണം കിടക്കാത്ത വ്യാധിയാണുള്ളത്. മൂത്രമൊഴിക്കണം. അതോ നമ്മള് മൂത്രം ഒഴിച്ചു പോയതാ. ഓഹോ, നീ മലയാളിയാണല്ലേടാ? അതോ നിങ്ങള് മലയാളിയാണ്, നമ്മള് കഴിച്ചായി. നീ വാചകമൊന്നും അടിക്കണ്ട. വഴിയിലിരുന്നാണോ മൂത്രം ഒഴിക്കുന്നത്? നിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്ത് കോടതി ഹാജരാക്കാൻ പോവാ. അതോ വേണ്ട സാറേ. വേണ്ടേ കൈ നീട്ട്. ഇതാ എടാ, ഇങ്ങനെയാണോ കൈ നീട്ടുന്നത്? അതോ സാറേ, നമ്മള് വിലങ്ങ് വെക്കരുത് സാറേ, നമ്മളൊരു പാവാണ്. എടാ, ഞങ്ങൾ കൈ നീട്ടാൻ പറഞ്ഞാൽ കൈ നീട്ടം എന്നാണ് അർത്ഥം. മനസ്സിലായോടാ? മനസ്സിലായില്ല. മനസ്സിലായില്ല. ഇങ്ങോട്ട് വാങ്ങിക്കടോ, പറഞ്ഞു തരാം. കോഴിക്കോടാണ്. നമ്മള് പോട്ടെ. സ്ഥലം വിട്ടോ. മോനെ, ഇനി മേലെ നീ മൂത്രം വയ്ക്കരുത്. അവ എന്താ പറയുക, മേലെ മൂത്രം വയ്ക്കരുത്. പിന്നെ മൂത്രം നമ്മളെ തൊള്ള കൂടെ തുപ്പ്. എന്താണ് റോട്ടി മൂത്രം വയ്ക്കാന്നാ പറഞ്ഞത്. പൊയ്ക്കോ. സലാം ജി. ഇതരാ കൊണ്ടൊക്കെ വിളിക്കുന്നത്. എന്തിനാണ് സാറേ ഇങ്ങനെ നമ്മൾ വിളിക്കുന്നത്? മൂത്രം ഒഴിക്കാനാ? എനിക്ക് മൂത്രം ഒഴിക്കാനല്ലേ എന്റെ കയ്യിൽ പൈസ ഇല്ല. എടാ, കോർപ്പറേഷൻ ഓരോന്നിനും പ്രത്യേകം സ്ഥല സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ വേണം ഇതൊക്കെ സാധിക്കാൻ. ഇനി പോയി മൂത്രം ഒഴിച്ചോ. സാറേ മാപ്പാക്കണം, ഇത് നാട്ടിൽ നിന്ന് ശീലിച്ചു പോയതാ. ഒന്ന് മാപ്പാക്കി. ജി മേ കേരള. കേരളത്തിൽ എവിടെ വേണം മൂത്രം ഒഴിക്കാം. അതിന് പ്രത്യേക സ്ഥലമൊന്നും ഇല്ല. എവിടെ മിസ്സാക്കാം. ഇത് മാലയില്ല. ഒന്ന് മാലയാക്കി കൂടി ഞാൻ പറ്റേ. മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. ഇതുവരെ ജീവിച്ചൊന്നും ഒരു ജീവിതമായിരുന്നല്ലോ. അപ്പൊ കേട്ടാ,
നമ്മുടെ റിസപ്ഷൻ ശേഷമാണ് ജീവിതത്തിന് ശരിക്കുള്ള അർത്ഥം ഞാൻ അറിഞ്ഞത്. എവിടെ നമ്മുടെ പുതിയ മാനേജർ എവിടെ? ആരാണ് സർ? ഇവിടെ ഒരു രാജേന്ദ്രൻ. അയാളെ ഞാൻ പെർമനന്റ് ആക്കി. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാണോ? അതിരിക്കട്ടെ അപ്പുക്കുട്ട, അപ്പുക്കുട്ടൻ എന്താ ഒരു കല്യാണം കഴിക്കാത്ത? പ്രായം എത്രയായില്ലേ? ഒരു കല്യാണം കഴിക്കൂ. നല്ലൊരു റിസപ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്യാം. ഒരു പ്രസന്റ് കൊടുക്കാം. ഹലോ, യെസ് യെസ്, പ്ലീസ് ഹോൾഡ് ഓൺ. ഫോൺ തനിക്കാം. ആണോ? ഹലോ അപ്പുകുട്ടാ, ഇത് ഞാനാ. സംഗതികൾ ആകെ അവതാളത്തിലാണെന്നാ തോന്നുന്നു. ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്തൊരു പോലീസ് ജീപ്പ് കിടക്കുക. ഞാൻ ജീവനും കൊണ്ട് ഓടി. എനിക്ക് ആകെ പേടിയാവും. എനിക്കും പെണ്ണ് പ്രശ്നം ഗുലുമാലായോ എന്നൊരു സംശയം. ഇപ്പൊ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എന്നുവെച്ചാ അത് തന്നെ. എന്താ മിസ്റ്റർ അപ്പുക്കുട്ടൻ? അത് എന്റെ ഒരു ഫ്രണ്ടിന് ലോട്ടറി അടിച്ചു, അത് വിളിച്ച് പറഞ്ഞതാ. ഞാൻ കേട്ടില്ലല്ലോ. അതിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ആരായി അപ്പുക്കുട്ടൻ മേനോൻ? അപ്പുക്കുട്ടമേനൻ ഇവിടുത്തെ അക്കൗണ്ടന്റാ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? സ്റ്റേഷൻ വരെ ഒന്നുമില്ല, എസ് ഐ പറഞ്ഞു. അതെ, എന്താ കേസ്? കേസ് എന്താണെന്ന് എനിക്ക് അറിയില്ല മിസ്റ്റർ. ആള് പുറത്തൊന്നും പോയിട്ടില്ല. അപ്പുകുട്ടൻ സാറേ, ഇവിടെ എന്തെടുക്കുവാ? ഞാൻ എന്റെ പേന പരതുകയായിരുന്നു. പേനല്ലേ ഇരിക്കുന്നത്? ആ പേനല്ല, വേറൊരു പേന. സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ എസ് ഐ പറഞ്ഞു. അത് ശരി, എസ് ഐ പറഞ്ഞു അല്ലേ? എസ് ഐ പറയും. എസ് ഐ എന്റെ ഒരു ക്ലാസ്മേറ്റാ. എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. ഞാൻ പോയില്ല, തെറ്റായി പോയി. അത് ഞാൻ വൈകുന്നേരം വന്നേക്കാം. ഇപ്പൊ വരണം, ഇപ്പൊ തന്നെ വരാം. ഞാൻ ഈ പേന കാണാത്തതുകൊണ്ടുള്ള ഒരു എസ് ഐ ആയതുകൊണ്ട്. അല്ല, നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ.